ഹലോ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖന്നല്ലേ? അപ്പൊ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് ഒരു കുറച്ച് ട്രിപ്സ് അല്ല, ടിപ്സും ട്രിക്സും പിന്നെ നമ്മളെ വീഡിയോസും നമ്മൾ സാധാ ഡെയിലി ഉള്ള കുറച്ച് വീഡിയോസും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് കേട്ടോ. അപ്പം എന്നോട് ചിലരൊക്കെ ചോദിക്കലുണ്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന ട്രൈപോഡ് ഏതാണെന്നുള്ളത്. ഇതാണ് എൻ്റെ ട്രൈപോഡ് കേട്ടോ. ഇതിൻ്റെ പേരും വിലാസമൊന്നും എനിക്കറിയില്ല. ഞാൻ പിന്നെ സ്നേഹത്തോടെ എൻ്റെ വടിവേലു എന്നാണ് വിളിക്കല്. അപ്പം നമ്മുടെ വടിവേലു ഇവിടെ എല്ലാവരും ഉള്ള ചെണ്ടയാണ് കേട്ടോ. എൻ്റെ വടിവേലു ജനുക്കുട്ടനെ ഇടക്കാടക്ക് മേടി 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 ലാസ്റ്റ് ഇവൻ്റെ തല ഇവിടുന്ന് ഊരി പോന്നിട്ടുണ്ടേനി കേട്ടോ. അപ്പം അങ്ങനെ 2 ദിവസം തല ഇല്ലാതെ നടന്നിട്ടുണ്ടേനു. പിന്നെ ആ തല എനിക്ക് സൂപ്പർ ഗ്ലൂ ഒക്കെ ഇട്ട് എൻ്റെ കിട്ടിയവനെ ഒട്ടിച്ച് തന്നിട്ടുണ്ടേനി കേട്ടോ. ദാ ഇങ്ങനെ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ തുറന്നിട്ടുണ്ടെങ്കിൽ ഇതിന്റെ കാല് നമുക്ക് ഇങ്ങനെ നീട്ടാം കേട്ടോ. ഇതാ ഇങ്ങനെ ഒരു രീതിയിൽ എടുക്കാം. പിന്നെ കുറച്ചും കൂടി വലുതാക്കി ഇങ്ങനെ പിന്നെ ഇങ്ങനെ. അപ്പൊ ഇത്രയും നമുക്ക് നീട്ടിയെടുക്കാൻ പറ്റും. അത് മാത്രല്ല ഇതിന്റെ ദാ ഇവിടെയും കൂടി നീട്ടിയെടുക്കാൻ പറ്റും കേട്ടോ. ഈ ഒരു ഭാഗത്ത് സ്ക്രൂ അയച്ചാല് ഇവിടുന്ന് കുറച്ചും കൂടി നീട്ടം കിട്ടും. പക്ഷേ ഇതിപ്പോ നീരൂല. തല പോയി എന്ന് പറഞ്ഞില്ലേ, സൂപ്പർ ഗ്ലൂ ഇട്ട് ഒട്ടിച്ചത് കൊണ്ട് ഇത് ഇവിടുന്ന് നീരൂലടോ. പക്ഷെ എന്നാലും കുഴപ്പമില്ല, ഇത്രയും നീർന്നാൽ മതിയല്ലോ. ഞാനത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വീഡിയോ എടുക്കും. പിന്നെ ഇയാളിൻ്റെ പിന്നാലെ കൂടിയിട്ട് ഏകദേശം 1-1.5 വർഷമായി. എത്ര വട്ടം ചാടിയേക്കണം എന്നുള്ളത് എനിക്ക് തന്നെ അറിയില്ല. കാരണം ഞാൻ എണ്ണീറ്റില്ല. അത്രയും വട്ടം തേക്കുന്നതും തെൻകുട്ടൻ തേക്കുന്നതും ഇതൊക്കെ ചാടിയിരിക്കും. പക്ഷെ എന്നിട്ടും ഇയാൾക്കൊരു കുഴപ്പവും പറ്റിയിട്ടില്ല. പിന്നെ അവിടെ ഇവിടെയൊക്കെ അല്ലേ ഈ സ്ക്രൂകളൊക്കെ തിരിച്ചാൽ ഇത് അങ്ങോട്ടാവും ഇങ്ങോട്ടാവും. ഇത് ഫുൾ സ്ക്രൂമിലാണ് കേട്ടോ പരിപാടി. പക്ഷെ എന്നാലും പെട്ടെന്ന് ഇതൊന്നും പോരൊന്നുമില്ല. പിന്നെ ഇവിടെ തിരിച്ചിട്ട് നമുക്കിത് ഇങ്ങോട്ടും അങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇതിനൊരു 800 സംതിങ് ഒരു 900 റുപ്യേൻ്റെ അടുത്താണ് കേട്ടോ ഞാൻ വാങ്ങിയ സമയത്തായിട്ടുണ്ടായിരുന്നത്. ഞാൻ ഫ്ലിപ്പിൽ നിന്നാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന മൈക്കിനെ പറ്റി ചിലരൊക്കെ ചോദിക്കലുണ്ട്. ഈ മൈക്കാണ് ഞാൻ ഉപയോഗിക്കല്. ഗ്രീൻ അറോൻ്റെ മൈക്കാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കല്. ഇയാളും എൻ്റെ ഒപ്പം കൂടിയിട്ട് 2-2.5 വർഷമായി. ഇന്ന് വരെ ഒരു കുഴപ്പമില്ല. മാസത്തിൽ ഒരു ദിവസമൊക്കെ ഞാൻ ചാർജ് കുത്തിയേക്കലുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ നല്ലപോലെ പിന്നെ ഫുൾ ടൈം ഞാൻ ഈ മൈക്ക് ഉപയോഗിക്കണില്ലല്ലോ. വോയിസ് ഓവർ എടുക്കുന്ന സമയത്ത് മാത്രമാണ് ഞാൻ ഉപയോഗിക്കല്. അത്യാവശ്യം ക്വാളിറ്റിയിൽ നല്ല അടിപൊളി മൈക്കാണ് കേട്ടോ. ഇത് നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ വേണേൽ 2000-ന്റെ ചോട്ടിലാണ് ഞാൻ വാങ്ങിയ സമയത്ത് ഉണ്ടായിരുന്നത് കേട്ടോ. ഇതേപോലെ ഒരു സാധനം ഉണ്ടാവും. ഇത് നമ്മൾ ചാർജ് കുത്തണ അവിടെ കുത്തി കൊടുത്തിട്ട് പിന്നെ നമുക്ക് ഫോണിൻ്റെ സെറ്റിങ്സ് ഓണാക്കി OTG കണക്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഈ മൈക്ക് യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ ഇതാണ് നമുക്ക് കയ്യിൽ പിടിച്ചിട്ട് പറയാം, കോളർമ കുത്തി വെച്ചിട്ട് വേണമെങ്കിൽ പറയാം ആ സാധനം. ഇതിന് ഇതേപോലെ സൈഡിൽ ഒരു സ്വിച്ച് ഉണ്ട്. ആ സ്വിച്ച് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിങ്ങനെ ഒരു മിന്നി ഒരു പച്ചയും ചുവപ്പും മിന്നി ഇങ്ങനെ കത്തും. പിന്നെ OTG കണക്ട് ആയാൽ അതൊരു പച്ച കളറിൽ അവിടെ ഇങ്ങനെ നിൽക്കും. എന്നിട്ട് പിന്നെ നമുക്ക് വോയിസ് ഇങ്ങനെ കൊടുക്കാം. ഇയാള് എൻ്റെ ഒപ്പം കൂടിയിട്ടും ഞാൻ പറഞ്ഞ പോലെ തന്നെ 2-2.5 വർഷമായി. അടിപൊളി മൈക്കാണ്. ഞാൻ ഇത് അതുവരെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇനിയത് കുറേ മൈക്ക് ഇല്ലാതെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുവരെ ഞാൻ ഉപയോഗിച്ചിനിയത് ഈ 150 റുപ്യക്കൊക്കെ വാങ്ങണ മൈക്ക്. അത് പണ്ടത്തെ നമ്മൾ ഹെഡ്സെറ്റ് ഉപയോഗിക്കൂലേ, അതേപോലെ ഇനി കുറച്ച് ദിവസം കഴിഞ്ഞാൽ പിന്നെ ചൂടും കേൾക്കൂല കണ്ണും കേൾക്കൂല. ഈ മൈക്ക് ഭയങ്കര ക്വാളിറ്റി ആണെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷെ എന്നാലും ബാക്ക്ഗ്രൗണ്ടിലില്ലേ അവിടെ ഉള്ള നോയ്സൊക്കെ ഒന്ന് കുറച്ച് നമ്മളെ വോയിസ് ഒരു ഇത്തിരി കൂടി ഹൈലൈറ്റ് ആയിട്ട് ഇതിൽ കേൾക്കുന്ന രീതിയിലാക്കി തരും. അപ്പം ഞാൻ ഈ പറയുന്ന വോയിസ് ഒക്കെ ഇതിലാണ് കേൾക്കുന്നത്. എൻ്റെ സെയിം വോയിസ് ഞാൻ വേറെ പ്രത്യേകിച്ച് ട്രാൻസാക്ഷനൊന്നും ഇല്ലാതെ അതേപോലെ ഞാൻ വീഡിയോയിൽ കൊണ്ടുവന്നിരുന്നത് കേട്ടോ. വോയിസ് മാറ്റലും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ആ വോയിസ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ആ ഒരു സൗണ്ടും ഒച്ച കോലാഹലങ്ങളൊക്കെ ഒന്ന് മാറ്റി ആ വോയിസ് മാത്രം ഒന്ന് ഹൈലൈറ്റ് ചെയ്തതിൽ കേൾപ്പിച്ചു തരും. എന്തായാലും 2000 റുപ്യേൻ്റെ അടുത്തല്ലേ ഉള്ളൂ. അപ്പം അതിനുള്ള പണിയൊക്കെ ആ ചങ്ങായി ചെയ്യലുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞാനതൊക്കെ വീഡിയോ എടുക്കാൻ നേരത്ത് എൻ്റെ ചങ്ങായി ഇവിടെ ഓൻ്റെ വണ്ടി ഒന്നാക്കി കൊടുക്കുകയാണ്. നമ്മളിവിടെ ഇതേപോലെ ഒരു സഞ്ചി ഉണ്ട്. ആ സഞ്ചിയിൽ ഇല്ലാത്തതൊന്നും ഉണ്ടാവില്ല. കുറേ സ്പാനറുകളുണ്ട്. ഈ പല പല നമ്പറുകളിലുള്ള പല സ്പാനറുകളും ഉണ്ട് കേട്ടോ ഇതിൽ. ഈ സ്പാനറുകളൊക്കെ വെച്ചിട്ട് ഇപ്പച്ചീൻ്റെ വണ്ടിയൊക്കെ നന്നാക്കിയാൽ ഒരുവിധം കൈപ്പണിയൊക്കെ മൂപ്പർ തന്നെ ചെയ്യലുണ്ട് കേട്ടോ. മൂപ്പർക്ക് വയ്ക്കാത്തതൊക്കെ ഉള്ളൂ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി കൊടുത്ത് നന്നാക്കി. അതൊക്കെ ഈ ചങ്ങായി കണ്ടത്. ഓനും അതേപോലെ ഓന് സൈക്കിൾ കയറി നിൽക്കണേ. അപ്പൊ അതൊക്കെ വെച്ചിട്ട് ഓൻ പ്രയോഗിച്ചാണ് കേട്ടോ. ഇപ്പച്ചി അങ്ങോട്ടേക്ക് എന്തൊക്കെയാ കാട്ടുന്നത് അതൊക്കെ ഓൻ ഇതുമ്പോൾ കാണിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഇവിടുന്ന് ഒച്ച ഉണ്ടാക്കരുത് കേട്ടോ എന്ന് പറഞ്ഞ് ഞാനൊരു ഇത്തിരി നേരം വോയിസ് ഓവർ എടുക്കാൻ വേണ്ടി നിന്നിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് ഈ സ്പാനറുകളൊന്നും ഒച്ച ഉണ്ടാക്കാതിരിക്കാൻ ഒരു മാക്സിമം ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ. അത് കണ്ടിട്ട് എനിക്ക് തന്നെ ഭയങ്കര അത്ഭുതമായി തോന്നിട്ടോ. ഈ ഒരു പ്രായത്തിൽ നീയക്കുട്ടി അങ്ങനെ കേട്ടോ. ഞാൻ വോയിസ് ഓവർ കൊടുക്കാൻ കേട്ടോ എന്നൊരൊറ്റ വർത്താനം പറഞ്ഞാൽ പിന്നെ ഒരു നല്ല കുട്ടികളായിട്ട് മിണ്ടാണ്ടിരിക്കും. ഞാൻ പറയണ വരെ പിന്നെ ഒരു സൈലൻ്റ് ആയിക്കാരം കേട്ടോ. പിന്നെ ഈ ട്രൈപോഡ് വെച്ച് അങ്ങനെ മാത്രമല്ല ഞാനിതാ ഇങ്ങനെയും വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യലുണ്ട് കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ദിവസം ഇതിൻ്റെ തല പോയിനിന്ന്. ആ സമയത്ത് ഞാനിതാ ഇങ്ങനെയൊക്കെയാണ് വീഡിയോ ഷൂട്ട് ചെയ്തിനത്.
പിന്നെ ഈ കുക്കിംഗ് ഒക്കെ എടുക്കുമ്പോൾ അധികം ഞാൻ ഇങ്ങനെ വെച്ചിട്ട് ഈ കൗണ്ടർ ടോപ്പുമ്പോൾ ഇങ്ങനെ വെച്ചിട്ട് ഈ ട്രൈപോഡിനെ വെച്ചിട്ട് അങ്ങനെ ചെയ്യലുണ്ട് കേട്ടോ വീഡിയോസ്. ഇനിയിപ്പോൾ ട്രൈപോഡ് ഇല്ലാത്തവർക്കുള്ള കുറച്ച് ടിപ്സും കൂടി ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിക്കണേ. ട്രൈപോഡ് ഇല്ലാതെ ഞാൻ പലപ്പോഴും വീഡിയോ ഷൂട്ട് ചെയ്യലുണ്ട് കേട്ടോ. അതിന് ഞാൻ അധികം ഉപയോഗിക്കുന്ന സാധനം ഇതുപോലുള്ളൊരു ഗ്ലാസ്സാണ് കേട്ടോ. ഈ ഗ്ലാസ് ഇപ്പോൾ വെച്ചിട്ട് ഈ കൗണ്ടർ ടോപ്പും വെച്ചിട്ട് നമുക്ക് അല്ലെങ്കിൽ ഈ പച്ചക്കറി അരിയുന്നതും കാര്യങ്ങളൊക്കെ ഞാനിതാ ഇതേപോലെ വെച്ചിട്ടാണ് കേട്ടോ ഷൂട്ട് ചെയ്യൽ. ഞമ്മക്ക് വീഡിയോ ഒക്കെ പുതിയതായിട്ട് കണ്ടന്റ് ക്രിയേഷനൊക്കെ തുടങ്ങിയവരോടൊക്കെയാണ് പലരും പറയും മൈക്കില്ല, ട്രൈപോഡ് ഇല്ലാത്തതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെയൊന്നുമില്ല. ട്രൈപോഡ് ഇല്ലെങ്കിലും നമുക്ക് നമ്മളൊരു ഐഡിയക്ക് അനുസരിച്ചിട്ട് നമുക്ക് ഏത് രീതിയിലും വീഡിയോ എടുക്കാം. ഇതേപോലെ ഫോൺ കുത്തിച്ചാരി വെച്ചിട്ട് ഒക്കെയാണ് ഞാനും ആദ്യമൊക്കെ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ ഇങ്ങനെയൊക്കെ വെക്കുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിച്ച് വെക്കുക. നമ്മൾ ഫോണ് സേഫ്റ്റി ഒക്കെ നോക്കിയിട്ട് വെക്കുക. കറക്റ്റ് നിർത്തിയിട്ടൊക്കെ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുക. അല്ലെങ്കിൽ പിന്നെ ഫോൺ പോയിട്ട് ഇജ്ജ് ഓരോ ടിപ്സൊക്കെ പറഞ്ഞെന്ന് അതുപോലെ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ ഫോണ് ഡിസ്പ്ലേ പോയി എന്നൊന്നും ആരും പറയരുത് കേട്ടോ. ഞാൻ എനിക്കറിയണ കുറച്ച് ടിപ്സ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അത് നിങ്ങൾക്ക് ഏത് രീതിയിൽ എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഇങ്ങനെ ട്രൈപോഡ് ഇല്ലാതെ പല ആംഗിൾസൊന്നും ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ മേലെ നിന്ന് വേണമെങ്കിൽ എടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതേപോലെ മേലെ ഈ റാക്കുമ്പോൾ വെക്കലുണ്ട് കേട്ടോ. അങ്ങനെ ആകുമ്പോഴും നമുക്ക് താഴത്തേക്കുള്ള ഇങ്ങനെയുള്ള ഷോർട്സും കിട്ടും. നമ്മൾ ആവശ്യക്കാരന് ഔചിത്യല്ല എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? അതുപോലെയൊക്കെ തന്നെ. അല്ലാതെ നമ്മൾ എല്ലാം കഴിഞ്ഞിട്ട് നമുക്കൊരു കാര്യം ചെയ്യാമെന്ന് വിചാരിച്ചാൽ ഒരിക്കലും നടക്കൂല. പിന്നെ ഞാൻ ഒരു ചെറിയ വീഡിയോ ഷൂട്ട് ചെയ്യണ കാര്യത്തിലുള്ള കുറച്ച് ക്ലിപ്സൊക്കെ കുറച്ച് എനിക്കറിയുന്ന ഐഡിയാസൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഞാനിപ്പോൾ ഒരു പൈനാപ്പിളിനെ കുറച്ച് ദൂരത്തുനിന്ന് വെച്ച് നിങ്ങൾ കണ്ടോ? ആ ദൂരത്തുനിന്ന് വെച്ചതിനേക്കാൾ ഭംഗി കുറച്ചും കൂടി അടുത്ത് കൊണ്ടുവന്ന് വെച്ചപ്പോഴില്ലേ. അപ്പം ഞാൻ ഈ ഒരു ഷോട്ടിന് ക്ലോസപ്പ് ഷോട്ട് എന്നാണ് കേട്ടോ പറയുക. ഞാൻ അധികം വീഡിയോയിൽ ഉൾപ്പെടുത്തലും ഈ ഒരു ഷോട്ടാണ് കേട്ടോ. കാരണം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഇതാക്കുമ്പോൾ കണ്ടോ ആ ഒരു ക്ലോസപ്പ് ആയിട്ട് ആ സാധനം പിടിക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിലുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ബ്ലറായത് നിങ്ങൾ കണ്ടോ. ആ പൈനാപ്പിൾ മാത്രം ഹൈലൈറ്റ് ആയി കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലൊക്കെ നമുക്ക് വീഡിയോസ് പുതിയതായിട്ടൊക്കെ ഷൂട്ട് ചെയ്ത് തുടങ്ങുന്നവർക്കൊക്കെ ഉള്ളൊരു ടിപ്സാണ് കേട്ടോ. പിന്നെ ഇങ്ങനത്തൊക്കെ ഷൂട്ട് എടുക്കാൻ ഐഫോൺ വേണമെന്നൊന്നുമില്ല. ഞാൻ ഐഫോൺ വെച്ചിട്ടല്ല എൻ്റെ വീഡിയോസ് ഒന്നും ഷൂട്ട് ചെയ്യണത്. എൻ്റെ ഫോൺ ഓപ്പോ F21 ആണ് കേട്ടോ. ഞാനൊരു 3 വർഷമായിട്ട് ഈ ഫോൺ ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഷൂട്ട് ചെയ്യൽ. പക്ഷേ ഞാൻ ഓരോ ദിവസവും എന്തെങ്കിലുമൊക്കെ പുതിയതായിട്ട് പഠിക്കാൻ ഇങ്ങനെ ക്യാമറൻ്റെ ഓരോ കാര്യങ്ങളും ഇതൊന്നും എനിക്ക് ആദ്യം അറിഞ്ഞിട്ടല്ല കേട്ടോ ഞാനിതൊന്നും ചെയ്തിട്ടുണ്ടെങ്കിൽ. പിന്നെ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ പല ആംഗിൾസ് നിന്ന് മാറ്റി എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ വീഡിയോക്ക് ഒന്നും കൂടി ഭംഗിയാവും. ഞാൻ എല്ലാപ്പോഴും അത് ശ്രദ്ധിക്കലില്ല. കാരണം എനിക്ക് എല്ലാതും ചെയ്തു തരാനും ഞാൻ ഒറ്റക്കുള്ളൂ. ഷൂട്ട് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും എല്ലാത്തിനും. ഈ ചാനലിൻ്റെ മുതലാളിയും തൊഴിലാളിയും ബംഗാളിയും ഒക്കെ ഞാൻ തന്നെയാണ്. വേറെ ഒരാളും ഇല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള പോരായ്മകളൊക്കെ ഉണ്ടാവും. ഞാൻ ഓരോന്നും പല യൂട്യൂബ് വീഡിയോസ് സെർച്ച് ചെയ്തിട്ടും അതിൽ കുറേ സെർച്ച് ചെയ്തിട്ട് അങ്ങനെയൊക്കെ ഞാൻ ഓരോ ടിപ്സും പഠിച്ചെടുക്കുന്നതാണ് കേട്ടോ. അങ്ങനെയാണ് ഞാൻ പഠിച്ച് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതുപോലെ മൂവ് ചെയ്തിട്ടൊക്കെ നമുക്ക് ഓരോ ഷോർട്സ് എടുക്കാൻ പറ്റണമെങ്കിൽ നല്ല ഭംഗിക്കാരം. കാരണം ഈ മൂവ്മെൻറ്റ്സുള്ള ഷോർട്സ് എപ്പോഴും എനിക്ക് എടുക്കാൻ പറ്റിക്കോളുന്നില്ല. നമ്മളെന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഒറ്റക്കാണ് വീഡിയോ ഷൂട്ട് ചെയ്യണതും എല്ലാം. അപ്പോൾ പിന്നെ എനിക്ക് വേറെ ഒരാളും വീഡിയോ എടുത്ത് തരാനൊന്നുമില്ല. പിന്നെ ഞാൻ വേറെ ഏതെങ്കിലും ഒരു ഞാൻ ചെയ്യാതെ വേറെ ഇപ്പോൾ കാണിച്ച പോലെ വേറെ എന്തെങ്കിലുമൊക്കെ വീഡിയോ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ ഞാനൊരു ഇത്തിരി മൂവ്മെൻറ്റ്സ് ഒക്കെ വരുത്തിയിട്ട് അങ്ങനെയൊക്കെ എടുക്കും. പിന്നെ അറിയാത്തവൻ്റെ കയ്യിൽ വടി കിട്ടിയിട്ടും കാര്യമില്ല എന്ന് പറഞ്ഞ മാതിരിയാണ്. ഐഫോൺ ഉണ്ടായി എന്ന് വിചാരിച്ചിട്ട് എല്ലാവർക്കും ഭയങ്കരമായിട്ട് വീഡിയോ എടുക്കാൻ അറിഞ്ഞുകൊള്ളുന്നില്ല കേട്ടോ. പിന്നെ കുറച്ചും കൂടി ഉയരത്തിൽ വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു പരന്ന പാത്രം വെക്കുക, അതിൻ്റെ മുകളിൽ ഗ്ലാസ് വെക്കുക, എന്നിട്ട് എടുക്കുക. അപ്പം നമുക്ക് കുറച്ചും കൂടി ഉയരത്തിൽ അങ്ങനെ എടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഞാൻ റിം ലൈറ്റ് ഒന്നും ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ പലപ്പോഴും പകലാണ് വീഡിയോ ഷൂട്ട് ചെയ്യൽ ഞാൻ അധികം. അപ്പോൾ ഞാനൊരു 8 മണി തൊട്ട് പിന്നെ ഒരു 4-4:30 വരെ നമ്മുടെ കിച്ചണിക്കായാലും ഈ ഒരു പഠിച്ചോൻ്റെ വെളിച്ചമുണ്ടല്ലോ, എല്ലാം പഠിച്ചോൻ്റെ വെളിച്ചം തന്നെയാണ്, സൂര്യപ്രകാശം ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ആ ഒരു ലൈറ്റിലാണ് അധികം ഞാൻ വീഡിയോസ് ഷൂട്ട് ചെയ്യൽ കേട്ടോ. നല്ല സൂര്യപ്രകാശമുള്ള സമയത്ത് വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് വേറൊരു എക്സ്ട്രാ ലൈറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. ആ സൂര്യൻ്റെ വെളിച്ചത്തിൽ തന്നെ നമുക്ക് വീഡിയോസൊക്കെ അടിപൊളിയായിട്ട് ഷൂട്ട് ചെയ്തെടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ അധികം നൈറ്റിൽ വീഡിയോസൊന്നും അധികം എടുക്കാത്തത്. കാരണം നൈറ്റിൽ എൻ്റെ ഫോണിന് അത്ര പെർഫോമൻസ് ഒന്നുമില്ല. പകൽ വെളിച്ചത്തിൽ പുള്ളിക്കാരൻ അടിപൊളിയാണ്. അതുകൊണ്ടാണ് ഞാൻ അധികം പകൽ വെളിച്ചത്തിൽ വീഡിയോസൊക്കെ അധികം ഷൂട്ട് ചെയ്യണത് കേട്ടോ. പിന്നെ ഈ ഒരു തിരിച്ചിടുന്ന ഷോട്ടൊക്കെ ഉണ്ടല്ലോ, ഞാൻ ഒരു കയ്യിൽ പിടിച്ചിട്ടാണ് കേട്ടോ ഇതൊക്കെ ക്യാമറ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കണത്. നമ്മൾ ഒരു കയ്യിൽ പിടിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ അധികം നമ്മൾ ആ കൈയൊന്നും ഷെയ്ക്കാവാതെ നോക്കിയാൽ മതി. എന്നാലും നമുക്ക് അടിപൊളിയായിട്ടുള്ള
വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പലപ്പോഴായിട്ട് എനിക്ക് കമൻറ്റ് ബോക്സിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഇത് എഡിറ്റ് ചെയ്യണ ആപ്പ് ഏതാണെന്ന് ഇൻഷോട്ടാണ് ഞാൻ എഡിറ്റ് ചെയ്യൽ. പിന്നെ ഇതേപോലെ നിങ്ങൾക്ക് ടിപ്സും ട്രിക്സൊക്കെ പറഞ്ഞു തരുമോ എന്ന് ചോദിച്ച് പലരും ചോദിക്കലുണ്ട്. അപ്പം ഞാൻ എനിക്കറിയണതൊക്കെ ഒന്ന് ഉൾപ്പെടുത്തിയിട്ട് ഞാനൊരു ജസ്റ്റ് ഒരു വീഡിയോയിൽ പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. പുതിയതായിട്ട് കണ്ടന്റ് ക്രിയേഷൻസ് ഒക്കെ ചെയ്യണവർക്കുള്ള ടിപ്സാണ്. ഇനിയിപ്പോൾ അതൊക്കെ ചെയ്താൽ വീഡിയോ വൈറലാവോ എന്നൊന്നും ആരും ചോദിക്കരുത്. അതൊക്കെ പിന്നെ നമ്മളെ കണ്ടന്റ് ആൾക്കാർ എത്രത്തോളം കണ്ടിരിക്കുന്നു എന്നതിനനുസരിച്ചിട്ടിരിക്കും കേട്ടോ. അപ്പം അങ്ങനെയൊക്കെയാണ് യൂട്യൂബിൻ്റെ വിശേഷങ്ങൾ, കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കേട്ടോ. ഇനി നമുക്ക് ഒരു 3-3:30 സമയം. മക്കൾ സ്കൂളിട്ട് വരുന്നതിന് മുന്നേ ഒരു സ്നാക്സ് ഉണ്ടാക്കാം. അപ്പം അതും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇത് ഞാൻ ആദ്യമായിട്ട് പരീക്ഷിച്ച് നോക്കണതാണ് കേട്ടോ. എല്ലാം ഓരോരോ ഭാഗ്യ പരീക്ഷണ നിരീക്ഷണങ്ങളാണല്ലോ. അപ്പം നമ്മൾ ബ്രെഡ് ഇങ്ങനെ കോൺ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക, ഇഷ്ടമുള്ള ഷേപ്പിലാക്കാം. പക്ഷേ ഞാനിത് ചെത്തി വന്നപ്പോൾ ഈ ബ്രെഡിൻ്റെ ഷേപ്പിനേക്കാൾ എനിക്കിഷ്ടമായത് അതിൻ്റെ ബാലൻസ് വന്ന ബാക്കിയ ഷേപ്പ്. അത് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചാണ് ഇങ്ങനെ നിൽക്കുന്നു കേട്ടോ. അപ്പോൾ അതിങ്ങനെ രണ്ടെണ്ണം ഇങ്ങനെ കൂടി നിന്നപ്പോഴാണ് നല്ല ഭംഗിയുണ്ടല്ലോ ആ ഷേപ്പ് കാണാൻ, എന്നാൽ പിന്നെ അത് വെച്ചിട്ടാവാം എന്നുള്ളത്. ഇതൊരു ബ്രെഡ് പിസ്സയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഷോർട്സിൽ ഇങ്ങനെ കണ്ടപ്പോൾ അതൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചു. ഇതിനൊരു പെർഫെക്റ്റ് പിസ്സ എന്നൊന്നും പറയാൻ പറ്റില്ല. പിസ്സൻ്റെ എല്ലാ സാധനങ്ങളൊന്നുമില്ല, എല്ലാ സാധനങ്ങൾ വെച്ച് തട്ടിക്കൂട്ടാം. അല്ലെങ്കിൽ തട്ടിക്കൂട്ടുന്ന കാര്യത്തിൽ ഞാൻ കുട്ടപ്പത്തിയാണെന്ന് നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും അറിയണതല്ലേ. കണ്ടോ നല്ല രസമല്ലേ, പോലെ കാണാൻ. ഞാൻ സത്യത്തിൽ മറ്റേ സാധനം വെച്ചിട്ടുണ്ടാക്കാനാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ഇങ്ങനെ ചെയ്ത് വന്നപ്പോൾ അപ്പം ഞാൻ വിചാരിച്ചു ഇത് വെച്ചിട്ട് ഒന്നും കൂടി ഉണ്ടാക്കാം. അങ്ങനെ 2 തട്ടിക്കൂട്ടാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ കുറേ പച്ചക്കറികളൊന്നുമില്ല, ഇല്ല സവോളയും തക്കാളിയും മാത്രമാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പം ഇനി നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഞാനൊരു ഇത്തിരി ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ സാധനം പൂ പോലത്തെ ഈ സാധനം ഇങ്ങനെ വെറുക്കി ഇങ്ങോട്ട് എടുത്ത് വെക്കുക. എന്നിട്ട് പിന്നെ ഞാനൊരു 3-4 മുട്ട പൊട്ടിച്ചിട്ട് ഇത്തിരി കുരുമുളക് ഉപ്പിട്ടിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ. അത് മുഴുവനായിട്ടൊന്നും ഒഴിച്ചു കൊടുത്തില്ല. ഈ ഫസ്റ്റത്തെ പ്രാവശ്യം ഉണ്ടായപ്പോൾ ഞാൻ മുട്ട ഒരു ഇത്തിരി ഇസ്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ചുകൂടി മുട്ടയൊക്കെ ആവേരും എന്നുള്ളത് മറിച്ചിട്ട സമയത്താണ് എനിക്ക് തോന്നിയത്. പിന്നെ ഞാൻ ചേർത്തൊന്നും കൊടുത്തില്ല. അതിലേക്ക് പിന്നെ കുറച്ച് ടൊമാറ്റോ സോസും പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു സവോളയും തക്കാളിയും കുറച്ച് മാത്രം. അപ്പം പിന്നെ നമുക്ക് മറ്റേ മൊസറല്ല ചീസ് ഉണ്ടല്ലോ, അത് ഗ്രേറ്റ് ചെയ്തിടുകയാണെങ്കിൽ നമുക്കിങ്ങനെ വലിഞ്ഞ് കിട്ടും. പക്ഷെ എൻ്റെ അടുത്ത് ആ വലിയണ ഇതൊന്നുമില്ല, ഈ ഒരു ചീസേ ഉള്ളൂ. അപ്പം തൽക്കാലം ഞാനതിങ്ങനെ പൊട്ടിച്ചിട്ട് പിന്നീടാണ് ഞാൻ ഒന്നും കൂടി തീയൊക്കെ കത്തിച്ചിട്ട് ഞാൻ ആ ഒരു ചീസ് മെൽറ്റായി വന്നപ്പോൾ ഞാനതായി സംഗതി എടുത്തു. അപ്പം ഇതാണ് തട്ടിക്കൂട്ട് പിസ്സ. അപ്പം ഒന്ന് റെഡിയായി. അപ്പം ഇനി അടുത്തതും കൂടി അതേപോലെ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ രണ്ടാമത്തേൽ ഞാൻ കുറച്ച് നെയ്യാണ് ചേർത്ത് വെത്തിട്ടുണ്ടെങ്കിൽ നെയ്യ് ചേർത്ത് വെത്തിട്ട് പിന്നെ നമ്മളെ ഈ ബ്രെഡിൻ്റെ സംഗതി ഉണ്ടല്ലോ അതിങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് പിന്നെ അതിക്ക് മുട്ട ഒഴിച്ചു കൊടുക്കുക. മുട്ട കുറച്ചും കൂടി അധികം, ഇപ്പം ഈ രണ്ടാമത്തേൽ ഒഴിച്ച് അത്ര മുട്ട ഒഴിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ആ പിസ്സൻ്റെ കനത്തിലൊക്കെ നമുക്ക് ഈ സാധനം കിട്ടും. അപ്പം ഒന്ന് ഒഴിച്ചെടുത്തിട്ട് ബാക്കി ഞാൻ ഇതിൻ്റെ മുകളിലൊക്കെ ഒന്നിങ്ങനെ സ്പ്രെഡ് ചെയ്തും കൂടി കൊടുത്തിട്ടുണ്ടെങ്കിൽ കേട്ടോ. എന്നിട്ട് ഇതൊന്ന് അടച്ചു വെച്ചൊന്ന് ആയി വരുന്ന സമയത്ത് ഞാൻ വല്ല തീ ഓഫ് ആക്കിയിട്ടുണ്ടായിരുന്നു. തീ ഓഫ് ആക്കിയതിൻ്റെ ശേഷമാണ് ഞാനിത് മറിച്ചിടുന്നത് കേട്ടോ. കാരണം ഇത് നല്ല ചൂട് നിൽക്കുന്ന പാനായതുകൊണ്ട് പെട്ടെന്ന് നമ്മൾ ബാക്കി സംഗതികളൊക്കെ ചെയ്ത് വരുമ്പോഴേക്കും ഇത് കരിയാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ തീ ഓഫ് ആക്കിയിട്ടതിന് ശേഷം തന്നെയാണ് ഈ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുത്തതും പിന്നെ ഈ ഇതൊക്കെ ചേർത്ത് പിന്നെ നമ്മളെ ആ ഒരു ചീസ് നമുക്കിങ്ങനെ മുറിച്ച് എല്ലായിടത്തും ഇട്ട് കൊടുത്ത് അടച്ച് വെച്ചതിന് ശേഷം ഞാൻ വീണ്ടും തീ കത്തിച്ച് കുറച്ച് സമയം അതൊന്ന് മെൽറ്റായി വരുന്ന വരെ സമയം കൊടുത്ത് അപ്പം അതാ പിസ്സ റെഡിയാക്കി എടുത്തു കേട്ടോ. ഇതിന് പിസ്സ എന്നൊന്നും പറയില്ല, പിന്നെ കുട്ടികളെ പറ്റിക്കൽ പിസ്സ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ജെട്ടിക്കൽ ബിരിയാണി പോലെ പറ്റിക്കൽ പിസ്സ. അങ്ങനെ കുട്ടിയൊക്കെ ഏതായാലും നല്ല ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് മറ്റേ മൊസറല്ല ചീസ് അല്ലാത്തതുകൊണ്ട് ഇത് നമ്മൾ മുറിച്ചെടുക്കുമ്പോൾ പിന്നെ ഇതേപോലെ ഇങ്ങനെ വലിഞ്ഞു വരുന്ന ഇതൊന്നുമില്ല ഇനി കേട്ടോ. പിന്നെ ഇത് കട്ട് ചെയ്ത സമയത്ത് എൻ്റെ സെനിക്കുട്ടൻ ഉറങ്ങിയിനി, അല്ലെങ്കിൽ ഹാപ്പി ബർത്ത്ഡേ ടു യു പാടാൻ ഓനും കൂടി എൻ്റെ കൂടെ കൂടിയിനി കേട്ടോ. സംഗതി നല്ല രസമുണ്ടായിനി, എല്ലാവർക്കും ഇഷ്ടമായും ചെയ്തിനി. പിന്നെ പിസ്സൻ്റെ കൂടെ ഇടുന്ന സോസും പിന്നെ വേറെന്തൊരു വട്ടത്തിലൊരു കറുത്തിട്ട് ഒരു റിങ് മരക്കത്തെ സാധനമല്ല, എന്താ അതിൻ്റെ പേര്, അതൊന്നും എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ അതൊന്നും ഇട്ടിട്ടില്ല. എൻ്റെ അടുത്ത് ഉള്ളതല്ലാതും കൂട്ടി തട്ടിക്കൂട്ടി ഒരു പിസ്സ അങ്ങോട്ട് ഞാൻ സെറ്റാക്കിയതാണ് കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ടിപ്സൊക്കെ പുതിയ കണ്ടന്റ് ക്രിയേറ്റേഴ്സിനൊക്കെ ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഡെയിലി നമ്മളെ ഡൈമ ലൈഫ് വീഡിയോസൊക്കെ കാണുന്നവർക്ക് വലിയ ഇഷ്ടമായിട്ടില്ല എന്ന് വെച്ചറിയാം. എന്നാലും സാരമില്ല, നമ്മൾ അടുത്ത വീഡിയോയിൽ നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വരും കേട്ടോ. അപ്പോൾ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും, ബൈ ബൈ.